ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് എന്തെല്ലാം കഴിയുമെന്നും എന്തെല്ലാം കഴിവുകേടുകളുണ്ട് എന്നും നാം സ്വയം അറിഞ്ഞു വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. നമ്മുടെ കഴിവുകേടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ തിരുത്താനായിരിക്കണം നമ്മുടെ ഓരോ ശ്രമവും. എങ്കിൽ മാത്രമേ നമുക്ക് നേർവഴിയിലൂടെ തെറ്റാതെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പോരായ്മകൾ കണ്ടെത്തി തിരുത്തണം. മറ്റുള്ളവരുടെ പോരായ്മകൾ കാണുകയാണെങ്കിൽ അതെന്നിലും ആ പോരായ്മകളുണ്ട്, എന്നിലെ പോരായ്മകളെ ഞാൻ തിരുത്തണം. അവരുടേത് തിരുത്തേണ്ടത് അവരുടെ ധർമ്മമാണ്. വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുക്കാം, അത്രയേ ഉള്ളൂ. അതിനാൽ ഒരു കവി പറയുകയാണ്, തന്നെത്താൻ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തൻ ജീവിതം വ്യർത്ഥമായി തീരുന്നു നിശ്ചയം. തന്നെത്താൻ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തൻ ജീവിതം വ്യർത്ഥമായി തീരുന്നു നിശ്ചയം. അന്യരിൽ നന്മകൾ മാത്രമേ കാണാവൂ, ദോഷമാണെങ്കിലോ കാരണം നമ്മളും. എത്ര ഭംഗിയായിട്ടാണ് ഈ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. തന്നെത്താൻ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തന്നെത്താൻ, എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു. എന്നിലുള്ള കഴിവുകളും കഴിവുകേടുകളും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും കഴിയില്ല എന്നുള്ള തന്നെ ഉള്ള ഒരു കൂലങ്കഷമായ വിചിന്തനം നമുക്കുണ്ടായിരിക്കണം. തന്നെത്താൻ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തൻ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു നിശ്ചയം. നമ്മളിൽ വിശ്വാസം നമുക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെയും കഴിവുകേടിനെയും കുറിച്ചുള്ള അറിവ് നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു. എന്നാൽ അന്യരിൽ നന്മ മാത്രമേ കാണാവൂ. മറ്റുള്ളവരുടെ നന്മകൾ നമ്മൾ കാണണം. ഒരാളുടെ നന്മ കാണണമെങ്കിൽ നമ്മളിൽ ആ നന്മ ഉണ്ടായിരിക്കണം. നന്മ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ നന്മ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരാളുടെ ഒരു നന്മ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് 3 ഇരട്ടി നന്മ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതാണ് അന്യരിൽ നന്മകൾ മാത്രമേ കാണാവൂ, ദോഷമാണെങ്കിലോ കാരണം നമ്മളും. മറ്റുള്ളവരിൽ ദോഷത്തെയാണ് കാണുന്നതെങ്കിൽ ആ ദോഷം കാണുന്നതിനുള്ള കാരണം എന്നിൽ ആ ദോഷം ഉള്ളതുകൊണ്ടാണ്. എന്നിൽ ആ ദോഷം ഇല്ലെങ്കിൽ എനിക്ക് ആ ദോഷം കാണാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരിൽ ഞാൻ ഒരു ദോഷം കാണുന്നുവെങ്കിൽ ആ ദോഷം എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ബോധിച്ച് എന്നിൽ ആ ദോഷമുണ്ടെങ്കിൽ അതിനെ തിരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറ്റമറ്റതായിത്തീരുക. അതിനാൽ നാം ജീവിക്കുന്ന സമയത്ത് തെറ്റുകളെയെല്ലാം തിരുത്തി, തെറ്റ് സംഭവിക്കാത്തവരായി ലോകത്തിൽ ഒരാളും തന്നെ ഇല്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ തെറ്റുകൾ പറ്റാം. ആ തെറ്റുകളെ പൊറുക്കുന്നതാണ് മഹത്വത്തിൻ്റെ ലക്ഷണം. ഒരാൾക്കൊരു തെറ്റുപറ്റി അതൊട്ടും ക്ഷമിക്കാതിരിക്കുക എന്നത് നമ്മുടെ ദുർഗുണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. സദ്ഗുണത്തിൻ്റെ ആധിക്യമാണെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകളെ പുറത്ത് അത് മാപ്പ് കൊടുക്കുന്ന വിശാല മനസ്കരായിരിക്കും അവർ. തന്നെത്താൻ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ തൻ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു നിശ്ചയം. അന്യരിൽ നന്മകൾ മാത്രമേ കാണാവൂ, ദോഷമാണെങ്കിലോ കാരണം നമ്മളും.